ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഓൾ? നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ മിഷൻ 30 ഡേയ്സിൻ്റെ 11ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ കോർണിഷ് തന്നെയാണ് ഉള്ളത്. നല്ലൊരു സ്ഥലമാണ് ഇവിടെ. കാരണം ഹൗസ് ബോട്ടുകൾ കാണാം, പിന്നെ അതുപോലെ നല്ലൊരു നടക്കാനുള്ളൊരു സ്പേസ് കാണാം. ഇവിടെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല ഈന്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെയാണുള്ളത്. നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഏതായാലും ഇന്നലത്തെ ഒരു വിശേഷമാണ് ഇന്ന് പറയണത്. ഇന്നലെ നമ്മൾ നല്ലൊരു ക്യാമ്പിങ് നടത്തി. മലിഹ ഡെസേർട്ടിൽ ക്യാമ്പിങ് നടത്തി. എൻ്റെ സുഹൃത്തുക്കളായ സ്കൂളിലുള്ള കൊളീഗ്സായുള്ള സുഹൃത്തുക്കളായിട്ടായിരുന്നു ഇന്നലത്തെ ക്യാമ്പിങ്. അങ്ങനെ നമ്മൾ ഇന്നലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോയി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരാൾ ചിക്കൻ കൊണ്ടുവരിക, ഒരാൾ കുബൂസ് പൊറാട്ട അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരിക, ഒരാൾ വെള്ളം കൊണ്ടുവരിക, അങ്ങനെ പിന്നെ ഒരാൾ ഓവൻ ചാർക്കോള് അങ്ങനത്തെ ഐറ്റംസ്. എൻ്റെ ഡ്യൂട്ടി അതായിരുന്നു. ഓവന്, ഗ്യാസ് ഓവന്, ചാർക്കോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുള്ള എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാമ്പിങ്ങിന് പോയി. ഇവിടുന്ന് പോയി മലിഹ അങ്ങനെ കുറേ യാത്ര ചെയ്ത് മലിഹ ഡെസേർട്ടിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ആളുകളൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് പോണത്. അപ്പോൾ കുറേ ക്യാമ്പിങ്, എസ്പെഷ്യലി അറബ്സൊക്കെ നന്നായിട്ട് ഈ സമയത്ത് ക്യാമ്പ് ചെയ്യുന്ന സമയം കേട്ടോ ഡെസേർട്ടുകളിലൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ പോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് അങ്ങനെ ഞങ്ങളെ സെറ്റാക്കി മാറ്റൊക്കെ വിരിച്ച് എല്ലാം ഇങ്ങനെ സെറ്റാക്കി അവിടെ നിന്ന് ഇതാക്കുന്ന സമയത്ത് ഓവനൊക്കെ വെച്ചു. നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന നെറ്റ് കാണാനില്ല. നമ്മളെ ചിക്കൻ വെക്കാനുള്ള നെറ്റ് കാണാനില്ല. അത് കുറേ സെർച്ച് ചെയ്തു അതിൻ്റെ ഇടയിൽ. അങ്ങനെ നോക്കി, അപ്പോൾ അത് കാണാനില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഷോപ്പുകളൊന്നും അവൈലബിൾ അല്ല. അങ്ങനെ ഒരു അഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അവിടെ. പെട്രോൾ പമ്പിൽ പോയി. അപ്പോൾ അവിടെ സംഭവം അവൈലബിൾ അല്ല. പിന്നെ അവിടുത്തെ ഒരാളോട് ചോദിച്ചു നമുക്ക് എവിടെ ഇത് കിട്ടുക. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു സെയിൽസ്മാൻ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന സ്ഥലത്ത് ഉണ്ടാവും, ഇങ്ങനെ യൂട്ടേൺ എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചും പാടെ യാത്ര ചെയ്തു. യൂട്ടേണൊക്കെ എടുത്ത് വന്നു. മലിഹ ഡെസേർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. അങ്ങനെ അവിടെ ഒരു ഷോപ്പിലോട്ട് ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സംഭവം ഈ നെറ്റ് വാങ്ങി. എന്നിട്ട് നമ്മൾ വീണ്ടും ഡെസേർട്ടിലേക്ക് വന്നു. ഡെസേർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ഇത് തുടങ്ങി. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ചാർക്കോൾ എന്ന് വെച്ചാൽ ശരിക്കും കത്തില്ല. അപ്പോൾ അതിൻ്റെ കെറോസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കെറോസിൻ ഞാൻ വണ്ടിയൊക്കെ ടയറും ഇതൊക്കെ മാറ്റി അന്ന് മുമ്പത്തെ ഒരു അനുഭവം പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ കെറോസിൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബോട്ടിൽ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം അതും സെറ്റാക്കി. അങ്ങനെ ഇതാണ്ടില്ല, കുറേ ടൈം എടുത്തു കത്താൻ. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലേറ്റിൻ്റെ താഴേക്ക് വെക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ എന്ത് ചെയ്തു, അതും വെച്ച് അങ്ങനെ സംഗതി സെറ്റാക്കി. ഓക്കെ, അങ്ങനെ കുറേ ടൈം എടുത്തു എന്നറിയാം. ഏതായാലും അതൊക്കെയാണ് അതിൻ്റെ ക്യാമ്പിൻ്റെ ഒരു രസങ്ങൾ. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ഓരോ യാത്രകളിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവും, പല പല അനുഭവങ്ങളായിട്ട്. അതുകൊണ്ട് ഖുറാനിൽ പറഞ്ഞത് നമ്മൾ മാക്സിമം യാത്ര ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ചെയ്തു. ചിക്കൻ തന്തൂരി ചിക്കൻ ആയിരുന്നു. നല്ല മസാല ഒക്കെ ഇട്ട് നമ്മളൊരു കൂടുതൽ സാറ് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ സംഗതി സെറ്റായി. അവിടെ ചായൻ്റെ ഗ്യാസ് ഓവന് കൊണ്ടുവരുന്നു. അങ്ങനെ ചായ ഉണ്ടാക്കാൻ നല്ലൊരു ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി അത് കുടിച്ച് അവിടുന്ന് പോന്നു. അപ്പോൾ ഇന്നലെ പോന്നപ്പോൾ ഏകദേശം ഒരു 1:30 സമയമായിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ വന്നു. ഞാൻ ഓരോരുത്തരെ ലൊക്കേഷനിൽ, ഒരാൾ അൽവദയിലായിരുന്നു, പിന്നെ ഒരാൾ ബുത്തീന നബ്ബ ഭാഗത്തായിരുന്നു, പിന്നെ ഒരാൾ നമ്മളെ ഏരിയത്തിന് കോർണിഷിൽ തന്നെയാണ്. അങ്ങനെ 4 ആൾ നമ്മൾ പോയിരുന്നത്. അങ്ങനെ അത് എന്താ ചെയ്തു, എല്ലാവരെയൊക്കെ സെറ്റായി. അവസാനം ഒരു 3 മണി സമയമായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇന്നലത്തെ അനുഭവം അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഇന്നലത്തെ ഒരു അനുഭവം അങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.